ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ്. ഇനി ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് കരോളുകാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കി. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചിട്ട് ഞാനത് ഷൂട്ട് കൂടെ ചെയ്തു. അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് റെസിപ്പീസ് നമുക്ക് ബട്ടർ കേക്കിന്റെ അവൈലബിൾ ആണ്. പലതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ബിഗിനർ ബേക്കറിന് സിമ്പിൾ ആയിട്ട് ഒരു അബദ്ധവും പറ്റാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. അപ്പൊ അബദ്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 100 രൂപയുടെ താഴെയുള്ള ചെലവേ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ക്രിസ്മസിന് എല്ലാ വീട്ടിലും ഒരു കേക്ക്, അതാണ് എന്റെ ഒരു ആഗ്രഹം. ക്രിസ്മസിന് കുറച്ച് സമയമല്ലേ ഉള്ളൂ, നമുക്ക് സംസാരിച്ച സമയങ്ങളുണ്ടാവും. വേഗം റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഇത് ബട്ടർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ വേണം. ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ എടുക്കാൻ. എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി ഇങ്ങനെ ഉപ്പുള്ളതാണ് എടുത്തത്. അപ്പൊ അത് നമ്മൾ ഇതേപോലെ ഒന്ന് ആദ്യം എടുത്ത് പുറത്ത് വെക്കുക. കാരണം നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. മുട്ടയാണെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പൊ മുട്ട ഞാനിവിടെ ഒരു 2 വലിയ മുട്ട എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളത് ഒരു സ്റ്റീൽ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, നമ്മൾ ചായയിലേക്ക് ഇടുന്ന പഞ്ചസാര, അതിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ പതുക്കെ മൂവ് ചെയ്യാണ്. ഒരു 10 സെക്കൻഡ് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യേ വേണ്ടു. ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ. ഈ ഒരു വിസ്ക് ഉപയോഗിച്ച് മാത്രം നമുക്ക് സുഖമായിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ആ പഞ്ചസാര എല്ലാം ഒന്ന് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിന്റെ മേലെ ഒരു വെച്ച് 2 മിനിറ്റ് മാത്രം ഒന്ന് ചെയ്തു. നമ്മൾ സമയം നോക്കണം കേട്ടോ, ഓവർ മിക്സിങ്ങും ഉണ്ടാവരുത്, ഒരുപാട് സമയവും വെക്കരുത്. അപ്പൊ 2 മിനിറ്റ് സ്റ്റൗവിന്റെ മേലെ വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലും കൂടെ ഒരു 2 മിനിറ്റ് വെച്ച് മിക്സ് ചെയ്തെടുത്താൽ, ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ വൈറ്റ് കളറിൽ ഒരു മിക്സ് കിട്ടും. ഇപ്പോഴും നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിർത്താം. ഇത് ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാല് ഒഴിക്കാം. പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പൊ നമ്മുടെ ഈ ബട്ടർ കേക്കിന്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ് ഇത്. ഏറ്റവും ഈ ഒരു കേക്കിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സ്റ്റെപ്പാണ്. പാല് പെട്ടെന്ന് തന്നെ തിളച്ചു വരും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാമിന്റെ ബട്ടർ, അപ്പൊ 100 ഗ്രാമിന്റെ പാക്ക് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക, 200 ഗ്രാമിന്റെയും കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു കേക്കിന് 100 ഗ്രാം ബട്ടർ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന്റെ ഡബിൾ ആക്കി എടുക്കുന്ന ഒരു കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 200 ഗ്രാം ബട്ടർ എടുക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് 100 ഗ്രാം മതി. അപ്പൊ ആ ബട്ടർ പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 15 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ബട്ടർ ഒക്കെ മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയും കൂടെയുള്ള ആ മിക്സിൽ ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ഇട്ടായിരുന്നു. ഒരു ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൽ വന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഒരു അരിപ്പ ഇതിന്റെ മേലെ വെച്ച് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറേശ്ശെ ഇതേപോലെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ സൈഡിൽ ഒരു പ്ലേറ്റ് വെച്ചാൽ മതി നമ്മുടെ അരിപ്പ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പ്ലേറ്റിലാവുന്നതും കൂടെ നമ്മൾ അവസാനം ഇതിലേക്ക് എല്ലാം ചേർത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്തിരി ടഫ് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടറിന്റെയും പാലിന്റെയും മിക്സ് ചെറു ചൂട് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറു ചൂടുള്ളത് കൊണ്ട് എളുപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. പതുക്കെ ലോ സ്പീഡിൽ വേണം നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ത്രൂ ഔട്ട് നമ്മുടെ വിസ്ക് മൂവ് ചെയ്യാൻ. ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ ക്രാക്ക് വീഴും. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടിൻ ചൂസ് ചെയ്യാം. ഈ ഒരു കേക്കിന് 6 ഇഞ്ചിന്റെ ഇതാണ് വേണ്ടത്. ഇതിന്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നെങ്കിൽ ഇതേപോലെ 5.5 ഇഞ്ചിന്റെ എടുക്കാം. ഇരട്ടയാണെങ്കിൽ ഇതേപോലെ 7 ഇഞ്ചിന്റെ എടുക്കാം കേട്ടോ. സ്ക്വയർ ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും ഒക്കെ ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു പ്രോപ്പർ അപ്പിയറൻസ് ഉണ്ടാവില്ല, ഹൈറ്റ് ഉണ്ടാവില്ല. ഈ കേക്ക് ടിന്നിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കേക്ക് ടിൻ ഒത്തിരി ചെറുതാണെങ്കിൽ കേക്ക് ഓവർഫ്ലോ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്യാൻ ബട്ടർ ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈദ ഉപയോഗിച്ചായാലും ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ബട്ടർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബട്ടർ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൂടി പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പൊ സൈഡൊക്കെ മുരിങ്ങി നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ പകുതി കേക്കൊക്കെ അവിടെ ടിന്നിൽ പറ്റി പിടിച്ച് ഒക്കെ ഇരിക്കും. അപ്പൊ ആ ഒരു ബട്ടർ വാങ്ങിയപ്പോൾ തന്നെ അതിൽ കുറച്ച് ബട്ടർ എത്രയായാലും ബാക്കി വരുമല്ലോ. അപ്പൊ ആ ഒരു ബട്ടർ പേപ്പർ വെച്ച് തന്നെ ഞാൻ എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് കളഞ്ഞില്ലായിരുന്നു ബട്ടർ നേരത്തെ എടുത്തതിന് ശേഷം. അത് തന്നെ മതി. ഇനി നമ്മുടെ ബട്ടർ ഷീറ്റും കൂടെ അങ്ങ് വെച്ചിട്ട് ഒന്നുകൂടെ അതിന്റെ മേലെയും കൂടെ ആ ഒരു ബട്ടർ, നമ്മുടെ പേപ്പർ വെച്ച്, ബട്ടർ വാങ്ങിയപ്പോൾ കിട്ടിയ ആ ഒരു പേപ്പർ വെച്ച് ഒന്ന് ഓടിച്ച് കൊടുക്കുമ്പോഴേക്കും നല്ലതായിട്ട് ഗ്രീസ് ആയിട്ടുണ്ടാവും. ഇതിന് പകരം ഓയിൽ ആയാലും മതി കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് അവൻ, നമ്മൾ നേരത്തെ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇപ്പം നമ്മുടെ ബാറ്റർ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് മൈക്രോവേവിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ചെയ്യുന്നത് OTGയിലാണെങ്കിൽ നിങ്ങൾക്ക്
നമുക്ക് 25 മിനിറ്റ്സ് ആണ് വേണ്ടത്. ഗ്യാസ് അടുപ്പിലാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ്സ്. ഇപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലിന് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ 15 മിനിറ്റും വേണ്ട ഇതിന്. അതിന് മേലെ തന്നെ നമുക്ക് അതിന് മുൻപേ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് സെന്ററിൽ കൂടെ ഒന്ന് പ്രിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോ തോന്നുന്നത് ഒരു 2 മിനിറ്റ് അധികം വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം കേക്കിന്റെ മുകൾ ഭാഗത്തെ കളർ കണ്ടിട്ട്. പക്ഷെ ടൂത്ത് പിക്ക് വെച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഓവർ ബേക്കും ആയിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു. ഒരു ടവൽ വെച്ച് മൂടി ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു കത്തി വെച്ച് സൈഡിൽ കൂടെ ഒക്കെ വരഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ച് തിരിച്ച് ടാപ്പ് ചെയ്ത് നമ്മുടെ കേക്ക് ടിൻ മാറ്റി കഴിയുമ്പോൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് റെഡിയായി. ബട്ടർ പേപ്പർ ഊരുമ്പോൾ നമ്മൾ മറ്റ് കേക്കുകളിൽ നിന്ന് അപേക്ഷിച്ച് നല്ല സൂക്ഷിച്ച് വേണം ഊരാൻ. കാരണം നല്ല സോഫ്റ്റ് ആണ്. നല്ല ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് കേക്ക് ടിൻ ചൂസ് ചെയ്താൽ ഇതേപോലെ നല്ല ഹൈറ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു കേക്ക് ഇപ്രാവശ്യം ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100 രൂപ പോലും ആയിട്ടില്ല. നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ എന്നാ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിനും പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ടർ കേക്ക് ആണെങ്കിലും ഗീ കേക്ക് ആണെങ്കിലും ഒക്കെ. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല. ഈ ഒരു ക്രിസ്മസിന് നല്ലൊരു കേക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പൊ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്ന് വീടൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പെട്ടെന്ന് ഒന്ന് ഒരു ക്വിക്ക് ക്ലീനിങ് നടത്തി. നമ്മുടെ ക്രിസ്മസിന് നമ്മൾ ചെയ്ത ഡെക്കോറൊക്കെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണല്ലോ. അപ്പൊ പുതിയതായിട്ട് വന്നവരോട് നമ്മൾ മുൻപ് ക്രിസ്മസിന് ഡിസംബർ 1 വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. അതിന് നമ്മളൊരു ഡെക്കറേഷൻ ചെയ്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ക്യാൻഡിലൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഈവനിങ്ങിലാണല്ലോ നമ്മുടെ കരോൾ ടീം വരുന്നത്. അപ്പോൾ ഒരു ക്വിക്ക് സ്നാക്സും കൂടെ ജസ്റ്റ് സൈഡിലൊന്ന് അസംബിൾ ചെയ്തു. അവരിങ്ങനെ ഒരുപാട് വീടുകളിൽ പോകുന്നതുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. എന്നാലും പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യാൻ നോക്കണം എന്നാണല്ലോ. അപ്പൊ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്ന പോലെ ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. അപ്പൊ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്.